ഹലോ, ഇന്ന് നമ്മൾ തക്കാളിയും മാങ്ങയും ചെമ്മീനും കൊണ്ടൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയെടുത്ത് അതിലോട്ട് ചെമ്മീനിടാം. പിന്നെ നമുക്കതിലോട്ട് ഒരു ചെറിയ മാങ്ങയാട്ടോ എടുത്തേക്കണേ. ആ മാങ്ങ അരിഞ്ഞിടാം. ഒരുപാട് ചെറുതാക്കി അരിയണ്ട, ഒരു മീഡിയം സൈസിൽ. പിന്നെ നമുക്കതിലോട്ട് തക്കാളി, ആവശ്യത്തിനുള്ള തക്കാളി. ഇതിലിപ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് വേണ്ടത് അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ, ഒരു അരമുറി തേങ്ങ. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്തോരം അരയുന്നോ അത്രയും നല്ലതായിരിക്കും കറി വെക്കുമ്പോൾ. കറിക്ക് ടേസ്റ്റ് കൂടാൻ എന്തോരം അരഞ്ഞാലും അത് നല്ലതായിരിക്കും. പിന്നെ ആ അരപ്പ് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് എന്തോരം ചാറ് വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോകരുത്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നാൽ ഒരുപാട് കുറുകിയും പോകരുത്. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമുക്കിനി അടുപ്പത്തോട്ട് വെക്കാം. ഇനി ഇത് അടുപ്പത്തിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൊത്തത്തിൽ മൂടണ്ട, ഒന്ന് ചെറുതായിട്ട് തുറന്ന് വെച്ച് മൂടിക്കൊടുക്കാം. ഇനി ഇതിനോട്ട് നമുക്ക് താളിക്കാനുള്ള സാധനങ്ങളാണ് വേണ്ടത്. വേപ്പില, വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഇനി നമുക്ക് അടപ്പിൽ നിന്ന് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ, പിന്നെ അതിലോട്ട് കുറച്ച് ഉലുവ, കുറച്ച് കടുക്. ഇത് രണ്ടും പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും മുളകും വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം. അപ്പോൾ അതേ നമ്മുടെ താളിക്കൽ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നേരെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി. സിമ്പിളായിട്ട് വെച്ചെടുക്കാവുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.